പ്രമുഖ മാധ്യമങ്ങൾ, ഞങ്ങൾ അതിനെ വിളിക്കുന്ന ഇവര് മാമാ മാധ്യമങ്ങൾ എന്നാണ്. അവരെ വളർത്തുന്നതും അവരെ കൊണ്ടു നടക്കുന്നതും ഇവിടുത്തെ പ്രത്യേകിച്ച് ഭാരതത്തിലെ ജിഹാദി സമൂഹം തന്നെയാണ്. കാരണം ഇവിടെ ഹൈന്ദവന്റെ കയ്യിൽ വലിയ പണച്ചാക്കുകളില്ലാത്ത ഒരു സമൂഹമാണ് ഹൈന്ദവൻ. ഇപ്പൊ ഭാരതപ്പുഴയില് ജലമല്ല ഒഴുകുന്നത്, മനുഷ്യരാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ ഒരു ഉത്സവം ഈ കേരളത്തിൽ നടക്കുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാതെ, ഒരു വാക്ക് പറയാതെ, അതേസമയത്ത് ഇവിടെ സമസ്തയുടെ സമ്മേളനം നടന്നു നോക്കട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ഒരു മഹാസമ്മേളനം നടന്നോട്ടെ, ഇവരവിടെ 24 മണിക്കൂർ പെറ്റി കിടക്കുമല്ലോ. പ്രമുഖ മാധ്യമങ്ങൾ, ഞങ്ങൾ അതിനെ വിളിക്കുന്ന ഇവര് മാമാ മാധ്യമങ്ങൾ എന്നാണ്. അവരെവിടെയാ നിൽക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം. അവർക്ക് ചില അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ അജണ്ടകളാണ്. ഹിന്ദു വിരുദ്ധമായിട്ടുള്ള എന്ത് വാർത്തകളും അവര് സെക്കൻഡ് കൊണ്ട് തന്നെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയും. അതേപോലെ അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജിയാണ്. ഏറ്റവും വലിയ ശത്രു അവർക്ക് മോദിജിയാണ്. കാരണം മോദിജിക്ക് ഈ ഭാരതത്തിൽ നടത്തിയ മാറ്റം അവരെ സംബന്ധിച്ചോളം വല്ലാത്ത പേടി അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഭാരതം എങ്ങോട്ടാണ് കുതിക്കുന്നതെന്ന് പോലും അവരെ ഭയപ്പെടുത്തും. കാരണം അവരെ വളർത്തുന്നതും അവരെ കൊണ്ടു നടക്കുന്നതും ഇവിടുത്തെ പ്രത്യേകിച്ച് ഭാരതത്തിലെ ജിഹാദി സമൂഹം തന്നെയാണ്. കാരണം ഇവിടെ ഹൈന്ദവന്റെ കയ്യിൽ വലിയ പണച്ചാക്കുകളില്ലാത്ത ഒരു സമൂഹമാണ് ഹൈന്ദവൻ. ബിസിനസ് രംഗത്താണെങ്കിലും ശരി, ഹിന്ദുക്കളും മറ്റു ആൾക്കാരെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ പിന്നിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കൂടുതലും ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ഹവാല ഇടപാടുകൾ നടത്തുന്ന അവർക്കൊപ്പം നിന്നാലേ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജിഹാദികൾക്കൊപ്പം സഞ്ചരിക്കുന്ന മാധ്യമങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതിന് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം തോന്നുന്ന കാര്യം, ഇപ്പോ നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കുംഭമേള കേരളത്തിൽ നടക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ഒത്തുചേരല്, ഒരു നദിയായിട്ട്. അതായത് ഇപ്പൊ ഭാരതപ്പുഴയില് ജലമല്ല ഒഴുകുന്നത്, മനുഷ്യരാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ ഒരു ഉത്സവം ഈ കേരളത്തിൽ നടക്കുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാതെ, ഒരു വാക്ക് പറയാതെ, അതേസമയത്ത് ഇവിടെ സമസ്തയുടെ സമ്മേളനം നടന്നു നോക്കട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ഒരു മഹാസമ്മേളനം നടന്നോട്ടെ, ഇവരവിടെ 24 മണിക്കൂർ പെറ്റി കിടക്കുമല്ലോ. അപ്പൊ നമ്മൾ കേരളത്തിലെ ഹൈന്ദവ സമൂഹം മനസ്സിലാക്കണം, ഈ മാമാ മാധ്യമങ്ങള് അവർക്ക് വേണ്ടിയല്ല, മറ്റ് തിരിച്ചു പറഞ്ഞാൽ ഇവിടുത്തെ ജിഹാദികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പത്രമാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പെരുമാറണം. അപ്പൊ ഞാനിത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുന്നുണ്ട്, ഇതിനൊരു കൂട്ടിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും, നമ്മളെ സമൂഹം ഇല്ലാണ്ടാവും, ഹൈന്ദവ സമൂഹം പിന്നോട്ട് പോകുന്ന രീതിയിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ബിസിനസ് രംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും അത്തരത്തിലാണ് അവര് പെരുമാറുന്നത്. അപ്പം എനിക്ക് മലയാള മനോരമ മാത്രമല്ല, ഇപ്പം ഏഷ്യാനെറ്റ് എടുക്കുക. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു BJP നേതാവിന്റെ ഉടമസ്ഥയിലുള്ള മാധ്യമമാണ് ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റ് പോലും ഈ കുംഭമേളയെ കുറിച്ചോ അതല്ലെങ്കിൽ ഈ കേന്ദ്രത്തിന്റെ പദ്ധതികളെ കുറിച്ചോ വ്യക്തമായ ഒരു അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ്. നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയില്ല. നമുക്ക് സാധാരണ മനുഷ്യർക്കറിയാം 10 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇപ്പോഴുള്ള ഇന്ത്യ എങ്ങനെയാണ്. ഇത് കണ്ണ് തുറന്ന് നോക്കുന്നവർക്കൊക്കെ കാണാവുന്ന മാറ്റം ഈ ഭാരതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരത് അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. ഇപ്പൊ പ്രധാനമന്ത്രിയെ പോലും കാരിക്കേച്ചർ ചെയ്ത് ഇത്രയും മ്ലേച്ഛമെന്ന സാധാരണ കാർട്ടൂണുകളൊക്കെ ചെയ്യും നമ്മൾ, അത് എന്താണ് രാഷ്ട്രീയമാണ് പറയാറുള്ളത്. പക്ഷെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ മോദിനെ അവതരിപ്പിക്കുന്നതിൽ ഇവർക്ക് എന്തോ ഒരു വലിയ സുഖമുള്ള കാര്യമാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിനൊരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ നാളെ നമുക്ക് ഏറ്റവും വലിയ പാരയായിട്ട് മാറും എന്നുള്ള സംശയമില്ല. ഈ മാധ്യമങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ട. പണ്ട് നമുക്കറിയാം, മാതൃഭൂമി ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ അപമാനിച്ചുകൊണ്ട് മീശ നോവലും അതിന് തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളും നമുക്കറിയാം. അന്ന് എനിക്ക് തോന്നുന്നു 3.5 ലക്ഷം
വരിക്കാരാണ് മാതൃഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. ഈ ഒരൊറ്റ കാരണം. അതേപോലെ തന്നെ ഈ മാധ്യമങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യേണ്ട അവസരം വന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യവരെ. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ സത്യസന്ധമായിട്ട് വാർത്തകൾ നമുക്ക് കൊണ്ടുതരുന്നത്. ആ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ, സമൂഹം എത്ര പുറകോട്ട് പോകുമായിരുന്നു. ഇന്നും മനോരമ ആരും വിശ്വസിക്കുന്നില്ല, മാതൃഭൂമി ആരും വിശ്വസിക്കുന്നില്ല, ഏഷ്യാനെറ്റിന് അതേപോലുള്ള ഈ മാധ്യമങ്ങളാരും വിശ്വസിക്കുന്നില്ല. കാരണം സെക്കൻഡുകൾ കൊണ്ട് അവരുടെ നുണ പൊളിച്ചെടുക്കുന്നത് ഇന്ന് നവമാധ്യമങ്ങളാണ്. നവമാധ്യമങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ പോക്കിന് ഒരു അറുതി വരുത്തേണ്ട സമയമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.